നിലമ്പൂർ വെള്ളക്കെട്ടയിൽ 15-കാരൻ പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചതിൽ രാഷ്ട്രീയ പോര് മുറുകുകയാണ്. വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് LDF-ഉം KCB ഓഫീസിലേക്ക് UDF-ഉം പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. രാവിലെ 10 മണിക്കാണ് ഇരു മാർച്ചുകളും നടക്കുക. മരിച്ച അനന്തുവിന്റെ വീട് ഇന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ സന്ദർശിക്കും. പ്രതി വിനീഷ് അറസ്റ്റിലായെങ്കിലും കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയതിനാൽ കൂടുതൽ പേരുടെ ചോദ്യം ചെയ്യലുണ്ടാകും. റാഫി കരീമാണ് നിലമ്പൂരിൽ നിന്ന് ചേരുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി റാഫി, ഏറ്റവും പുതിയ വിവരങ്ങൾ പറയൂ. ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷിക്കുന്നു. ഒപ്പം തന്നെ ഇന്ന് VD സതീശൻ അനന്തുവിന്റെ വീട് സന്ദർശിക്കുന്നു. മറ്റു വിവരങ്ങൾ? തീർച്ചയായും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഈ അന്വേഷണം ക്രൈംബ്രാഞ്ച് ഇന്ന് ഏറ്റെടുക്കും എന്നുള്ളതാണ്. ഇന്നലെയാണ് ഈ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് നൽകിക്കൊണ്ടുള്ള ഉത്തരവ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇതിന്റെ വിവരങ്ങൾ ക്രൈംബ്രാഞ്ചിന് ഇന്ന് പോലീസ് സംഘം നൽകും. അതിനുശേഷം ഈ അന്വേഷണം ക്രൈംബ്രാഞ്ച് ആയിരിക്കും നടത്തുക. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് കൂടുതൽ ആളുകളുടെ മൊഴി ക്രൈംബ്രാഞ്ച് ശേഖരിക്കും. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നും ക്രൈംബ്രാഞ്ച് പരിശോധിക്കുന്നുണ്ട്. ഇതിൽ പ്രതിയായ ഇയാളുടെ ഫോൺ വിവരങ്ങളടക്കം ശേഖരിച്ചുകൊണ്ടുള്ള ശാസ്ത്രീയമായ അന്വേഷണത്തിലേക്കാണ് ക്രൈംബ്രാഞ്ച് കടക്കുക. ഒപ്പം തന്നെ ഈ അനന്തുവിന്റെ വീട്ടിൽ ഇന്ന് ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സണും പ്രതിപക്ഷ നേതാവും സന്ദർശനം നടത്തുന്നുണ്ട്. രാവിലെ 10:00 പ്രതിപക്ഷ നേതാവ് VD സതീശൻ അനന്തുവിന്റെ വീട്ടിലേക്ക് എത്തുക. ഒപ്പം തന്നെ ബാലാവകാശ കമ്മീഷൻ അധ്യക്ഷയും ഇന്ന് അനന്തുവിന്റെ വീട്ടിലേക്ക് എത്തും. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രാഷ്ട്രീയ പോരും രണ്ട് മുന്നണികൾ തമ്മിൽ ഇപ്പോഴും തുടരുകയാണ്. സമൂഹ മാധ്യമങ്ങളിലും ഒപ്പം തന്നെ പരസ്പരം രണ്ട് കൂട്ടരും വാക്പോരുകളുമായി മുന്നോട്ട് പോകുമ്പോൾ ഇന്ന് ഇരു കൂട്ടരും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിഷേധ മാർച്ചുകൾ തീരുമാനിച്ചിട്ടുണ്ട്. രാവിലെ 10 മണിക്ക് LDF വഴിക്കടവ് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തും. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്തിന് വീഴ്ച സംഭവിച്ചുവെന്നും ഒപ്പം തന്നെ ഈ പ്രതിയെ പഞ്ചായത്ത് സംരക്ഷിക്കുകയാണെന്നും കോൺഗ്രസ് പ്രവർത്തകരായ പ്രതിയാണ് ഇത്തരത്തിൽ ഒരു ക്രൂരകൃത്യം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് LDF ആരോപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇന്ന് LDF-ന്റെ മാർച്ച് ഈ പഞ്ചായത്ത് ഓഫീസിലേക്ക് നടക്കുക. ഒപ്പം തന്നെ UDF-ഉം ഒരു പ്രതിഷേധ മാർച്ച് തീരുമാനിച്ചിട്ടുണ്ട്. അത് വഴിക്കടവ് KCB ഓഫീസിലേക്കാണ്. ഈ അനന്തുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് KCBക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ് UDF ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും UDF ആവശ്യപ്പെടുന്നുണ്ട്. KCB വഴിക്കടവ് ഓഫീസിലേക്കാണ് നിലവിൽ UDF മാർച്ച് തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് NDA-യും മാർച്ച് തീരുമാനിച്ചിട്ടുണ്ട്. നിലമ്പൂരിലെ വനം വകുപ്പ് ഡിവിഷൻ ഓഫീസിലേക്കാണ് NDA മാർച്ച് തീരുമാനിച്ചിരിക്കുന്നത്. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ പരിഹരിക്കുന്നതിൽ UDF-ഉം LDF-ഉം പരാജയപ്പെട്ടു എന്നാരോപിച്ചുകൊണ്ടാണ് NDA-യുടെ പ്രതിഷേധ മാർച്ച് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. K. സുരേന്ദ്രനാണ് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യുക. എന്തായാലും അനന്തുവിന്റെ മരണവും ഉപതെരഞ്ഞെടുപ്പിൽ സജീവമായ ചർച്ചയാവുകയാണ്. ഉപതെരഞ്ഞെടുപ്പിൽ മുന്നണികൾ തമ്മിലുള്ള രാഷ്ട്രീയ പോരും അനന്തുവിന്റെ മരണത്തെ തുടർന്ന് കനക്കുകയാണ്. റാഫി, ഈ രാഷ്ട്രീയ പോര് അതൊരു വശത്ത് കനക്കുന്നു. പക്ഷെ ഇപ്പം നമ്മുടെ പ്രേക്ഷകർ തന്നെ പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇതിനെ ഒരു രാഷ്ട്രീയം കലർത്തി ആ രീതിയിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം ആ കുടുംബത്തിൽ ഏക മകൻ നഷ്ടമായ വല്ലാത്ത ദുഃഖത്തിലാണ് അവർ. അപ്പോൾ ആ ഒരു പ്രതിസന്ധി മറികടക്കാൻ അവർക്ക് മാനസികമായി മറ്റു തരത്തിലുള്ള സപ്പോർട്ട്, പിന്തുണ അത് നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഒപ്പം അന്വേഷണവും നടക്കണം. അപ്പോൾ ആ രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്? തീർച്ചയായും ഈ അനന്തുവിന്റെ മരണം സംഭവിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ ശക്തമായ പ്രതിഷേധവുമായി UDF-ആണ് ആദ്യം രംഗത്തെത്തിയത്. അതിനു പിന്നാലെ ഇന്നലെ വനം മന്ത്രി നടത്തിയ പ്രതികരണവും തുടർന്ന് വനം മന്ത്രിയെ പിന്തുണച്ച് CPM നേതാക്കൾ രംഗത്തെത്തിയതുമാണ് ഇത്തരത്തിലൊരു വലിയ രാഷ്ട്രീയ വിഷയത്തിലേക്ക്, വലിയ രാഷ്ട്രീയ ചർച്ചയിലേക്ക് ഈ അനന്തുവിന്റെ മരണം മാറുന്നത്. ഇന്ന് ഇത് രണ്ട് കൂട്ടരും സമരമായി ഏറ്റെടുക്കുമ്പോൾ ഇനിയും ഇതുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ പോര് തുടരും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സജീവ പ്രചാരണ വിഷയമായി അനന്ത് മാറുകയാണ്. എന്നാൽ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ഇന്നലെ VM സുധീരൻ 24-നോട് സംസാരിച്ചപ്പോൾ ഈ കുടുംബം വളരെ താഴെക്കിടയിലുള്ള ഒരു കുടുംബമാണ്, സാമ്പത്തികമായി വളരെ താഴെക്കിടയിൽ നിൽക്കുന്ന ഒരു കുടുംബമാണ്, സാമ്പത്തികമായി ഏറെ പരാധീനതകൾ അനുഭവിക്കുന്ന ഒരു കുടുംബമാണ്. ആ കുടുംബത്തിന് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക സഹായം സർക്കാരിൽ നിന്ന് ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ അന്വേഷണം നടക്കണമെന്നുള്ളതാണ് മറ്റൊരു ആവശ്യം ഉയരുന്നത്. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടോ എന്ന അന്വേഷണം വേണം
വേണമെന്ന് മന്ത്രിമാരും CPM നേതാക്കളും ആവശ്യപ്പെടുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു സംഭവം ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നിലമ്പൂരിൽ ഇതിനോടകം തന്നെ ഇത്തരത്തിൽ ഈ പന്നിയെ പിടിക്കുന്നതിന് വേണ്ടി കെണിവെച്ച് വൈദ്യുതി കെണി വെക്കുന്നതിലൂടെ ആളുകൾക്ക് ജീവൻ നഷ്ടമാകുന്നു. 10 ദിവസം മുൻപ് ഒരു 54 വയസ്സുകാരന് ജീവൻ നഷ്ടമായിരുന്നു. ഇത്തരത്തിൽ വൈദ്യുതി കെണിയിൽ കുടുങ്ങിയാണ് അയാളുടെ ജീവൻ നഷ്ടമായത്. അത്തരത്തിൽ ഇനി ഈ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള ആവശ്യം. ഇത്തരത്തിൽ വൈദ്യുതി കെണി വച്ച് പന്നികളെ പിടിക്കുന്ന ആളുകൾ അവർക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് മുന്നോട്ട് പോകണമെന്നുള്ള ആവശ്യമാണ് നാട്ടുകാരിൽ നിന്ന് ഉയരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എന്ത് നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. ശരി, റാഫി കരീമാണ് നിലമ്പൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.